ഗൈസ് ഇന്ന് ഭയങ്കര ഹാപ്പിയും എൻജോയും ചെയ്തൊരു ദിവസമാണ്. അതെന്താ കാരണം എന്നുള്ളത് വീഡിയോ ലാസ്റ്റ് വരെ കാണുക. അപ്പോൾ രാവിലെ തന്നെ നമ്മളെ കമ്പ്യൂട്ടർ ലാബ് എക്സാം രജിസ്ട്രേഷൻ പറഞ്ഞ് കൊണ്ടുപോയി. അപ്പോഴാണ് ഈ വാൾപേപ്പർ കണ്ടത്. ഏതായി കുട്ടി? അതേ ഗൈസ് എന്നെ തന്നെയാണ്. അത് കണ്ടപ്പോഴേ എനിക്കങ്ങ് ബ്ലഷായി. അതിനുശേഷം ഹന്നിയുടെ കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ കണ്ട് ആക്ച്വലി നമ്മൾ തണുത്തിരിക്കുവാണേലും AC ഇട്ട് ഗൈസ്. അപ്പോൾ AC ഓൾറെഡി തണുത്തിരിക്കും, നമ്മൾ ACയും കൂടി ഇടുമ്പോൾ ഒന്നും പറയണ്ട, തണുത്ത് വിറച്ചൊരു വിധത്തിലാണ് ഞങ്ങളവിടെ ഇരുന്നത്. അങ്ങനെ സെക്കൻഡ് സെമ്മിൻ്റെ എക്സാം രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോയത് സെമിനാർ ഹാളിലോട്ടാണ്. എന്തോ സോഫ്റ്റ് സ്കില്ലിൻ്റെ ക്ലാസ് എന്തോ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ വിചാരിച്ചു ബോറടിച്ചും ചാവുന്നു. പക്ഷേ എന്ന ചരിത്രം വേറെയാണ് ഗൈസ്. ആൻഡ് അവിടെയും AC. എൻ്റെ പൊന്ന് ഗൈസ്, ഒരു തണുപ്പിൽ നിന്ന് കഷ്ടപ്പെട്ട് എസ്കേപ്പ് ആയപ്പോൾ വേറൊരു തണുപ്പിലോട്ട് ഞങ്ങൾ കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ പിണങ്ങേശെന്ന് വിളിക്കുന്ന ശ്രീലക്ഷ്മി ഞങ്ങളോട് മിണ്ടാതെ ഫ്രണ്ടിൽ പോയി ഇരിക്കുന്നു ഗൈസ്. എന്താ അല്ലേ? അങ്ങനെ സോഫ്റ്റ് സ്കില്ല് പഠിപ്പിക്കാൻ വന്ന സഞ്ജു സാറ് ഞങ്ങളെ 1, 2 എന്നും പറഞ്ഞ് ടീമാക്കിയിട്ട് 1 എല്ലാവരും പുറത്തിറങ്ങാൻ പറഞ്ഞു. അങ്ങനെ പുറത്തിറങ്ങിയിട്ട് സാറ് ഞങ്ങളുടെ അടുത്തും പറഞ്ഞ് ഒരു സംഭവം അവരുടെ അടുത്തും പറഞ്ഞ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വേറൊരു ഗെയിമിലോട്ട് നമ്മൾ കയറുകയാണ്. അതായത് ഈ പേന അവിടെ വെച്ചിട്ട് ഫസ്റ്റ് ക്യാച്ച് ചെയ്യുന്നവർ പറയുന്നത് കേൾക്കണം ഗൈസ്. അങ്ങനെ ഞാൻ ക്യാച്ച് ചെയ്തു. പക്ഷെ അത് ട്രയലായിരുന്നു ഗൈസ്. സ്പോട്ട് സാരവല്ല. അങ്ങനെ നമ്മൾ 2 ഗെയിമൊക്കെ കളിച്ചതിന് ശേഷം നമുക്ക് വാഷ്റൂമിൽ പോകാൻ ഇൻ്റർവെല്ലിന് ടൈമായി. ഒരു രക്ഷയില്ല, എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അടിപൊളി ക്ലാസ് അല്ലേ, പൊളി. ബോട്ടും ബോറടിപ്പിക്കത്തില്ല, കുറേ ഗെയിംസ് ചാലഞ്ച്. എൻ്റെ ഈ ആക്ഷനും സംസാരമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എൻ്റെ പൊന്ന് ഗൈസ്, ഒരു രക്ഷയില്ലാത്ത ക്ലാസ് തന്നെയായിരുന്നു. ഇത്രയായിട്ട് നമുക്ക് ആർക്കും ഉറക്കം വന്നിട്ടില്ല. ആൻഡ് സാറിൻ്റെ ബാഗ് നിറയെ കുറേ ഗിഫ്റ്റൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമുക്ക് ക്ലാസ്സിൽ ചെന്നിട്ട് ഒരു ബുക്കും പേന എടുത്തുകൊണ്ട് വരാൻ ചെന്നു. അതിനുശേഷം ഇതാണ് സാറ് ഞങ്ങൾക്കൊരു 10 മിനിറ്റ് തന്നു. അതിൽ നമ്മൾ വിചാരിച്ച വല്ല നെയിം പ്ലേസിംഗ് പോലെ കളിക്കാനായിരിക്കും. പക്ഷെ അതിൽ ഫേവറേറ്റ് കളറ്, ബർത്ത് മന്ത്, ഫുഡ്, ഫേവറേറ്റ് കോർണർ ഓഫ് ദ കോളേജ് ഇതൊക്കെ പറഞ്ഞിട്ട് ബാക്കി കുറച്ച് സ്പേസ് ഉണ്ട്. എല്ലാവരും ഓടി എല്ലായിടത്തും എത്ര പേര് സെയിം ചെയ്തിട്ടുണ്ടോ അവരുടെ നിന്ന് സൈൻ വാങ്ങിക്കണം. അങ്ങനെ കൂടുതൽ സൈൻ വാങ്ങിക്കുന്നവരായിരിക്കും വിന്നർ. അങ്ങനെ ഞാൻ അത് പോകാൻ നേരത്തെ എന്നെ വിളിച്ചിട്ട് സാറ് പറഞ്ഞു ഒരു മെൻ്റലിസം പോലെയാണ് ചെയ്യാൻ പോകുന്നത്. ഒരു എൻ്റെ ഫേവറേറ്റ് സോങ് ഒരു പേപ്പറിൽ എഴുതി തന്നിട്ട് സാർ അത് ലാസ്റ്റ് ഈ ഗെയിം കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പേപ്പറിൽ പേരൊക്കെ സോങ്ങിൻ്റെ ഇത് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ പിന്നെ അകത്ത് കയറിയിട്ട് അവരുടെ അടുത്തുനിന്നൊക്കെ സൈൻ വാങ്ങിച്ചതിന് ശേഷം ആ ഗെയിമിൽ കൂടുതൽ സൈൻ വാങ്ങിച്ചവർക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തു. അതിനുശേഷം നമുക്ക് വേറൊരു ഗെയിം പോലെ തന്നു. അതായത് ഒരു വെബ്സൈറ്റിൽ ഒരു ഗെയിം പോലെ ആയിരുന്നു. ഒരു ടീമായിട്ട് 2 പേര് പോലെയുള്ള ടീമായിട്ട് അതിൻ്റെ അകത്ത് പേരൊക്കെ കൊടുക്കണം. ഞങ്ങളുടെ പേര് വിന്നേഴ്സ് എന്നായിരുന്നു കേസ്. ഞങ്ങൾ കൊടുത്ത പേര് വിന്നേഴ്സ് എന്നായിരുന്നു. അതിനുശേഷം തേർഡായി ഞങ്ങൾ പിന്നെ താഴെ റോങ് ആൻസറൊക്കെ കൊടുത്ത് നമ്മൾ താഴെ തെറ്റി കേസ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ അവസാനം എൻ്റെ സാറ് പറഞ്ഞ പാട്ട് എന്നെ ഫ്രണ്ടിൽ വിളിച്ചിട്ട് സാറാ പറഞ്ഞ പാട്ട് എൻ്റെ മനസ്സിലാ വെച്ച പാട്ട് സാറ് പറഞ്ഞു കേസ്. ഞാൻ റണ്ണിങ് അപ്പ് ദാറ്റ് ഹിൽ എന്ന് പറഞ്ഞ സ്ട്രേഞ്ചർ തിങ്സിലെ സോങ് ആയെന്ന് പറഞ്ഞു. പക്ഷേ സാർ അത് കണ്ടുപിടിച്ച് എനിക്ക് ഇപ്പോഴും അത് ചെയ്യുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ കുറച്ച് ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഒന്ന് ഉള്ളാവാൻ നോക്കാൻ വേണ്ടി സാറ് കുറേ സംഭവം ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. നമ്മൾ അടിപൊളി ഡാൻസ് ഒക്കെ കളിച്ചതിന് ശേഷം നമ്മൾ വീട്ടിൽ പോയി. അപ്പോൾ ഇത്ര ഉള്ളതെന്ന് വീഡിയോ അടുത്ത വീഡിയോ ഉടനെ ട്യൂസ്ഡേ വരെ സെയിം സാറ് തന്നെ ആയിരിക്കും. അപ്പോൾ കാണാം ഗൈസ്. അപ്പം ബൈ ഗൈസ്.